بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الكرام أجمعين أما بعد ആദരവുകൾ നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, സഹോദര സഹോദരിമാരെ, റഹ്മാനുർ റബ്ബ് നമ്മുടെ സദസ്സിന്റെ എല്ലാവിധ പ്രകാശവും സന്തോഷവും അഭിവന്യരായ ഉസ്താദിന്റെ ഹദറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്തു. അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുത്ത് അവിടുത്തെ മദത് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദിന്റെ അടുക്കല് ദർസ് ആരംഭിച്ചതിന് ശേഷമാണ് ഞാൻ ഓതാൻ പോകുന്നത്. വാഴക്കാട് മുണ്ടുമൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് ദർസ് തുടങ്ങിയ സമയത്ത് 7 കുട്ടികളാണ് ദർസിലുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ പോകുന്ന കുട്ടികളായതുകൊണ്ട് 8:30 മണിയാവുമ്പോൾ ഞാൻ ഫ്രീ ആവും. 5 മണിക്കാണ് പിന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരിക. അപ്പൊ ആ പകൽ സമയം ഉസ്താദ് ചെറുപ്പാലത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കമ്മിറ്റിക്കാരോട് സംസാരിച്ച് ഉസ്താദിന്റെ അടുക്കൽ സബക്കിന് പോകും. ദുഹർ വരെ അവിടെ കഴിവിന്റെ പരമാവധി സബക്കിന് പങ്കെടുത്തുകൊണ്ട് തിരിച്ച് പള്ളിയിലേക്ക് തന്നെ വരും. അന്ന് തൊട്ട് ഉസ്താദിന്റെ വഫാത്ത് വരെ എൻ്റെ മറ്റു 2 ഉസ്താദുമാരെ കൂട്ടത്തിൽ എല്ലാ വിഷയങ്ങളും ആ ഉസ്താദുമാരോട് ചോദിക്കുന്നത് പോലെ തന്നെ ദർസ് പൂട്ടുകയാണെങ്കിലും ദർസ് തുറക്കുകയാണെങ്കിലും എന്നാണ് പൂട്ടേണ്ടത്, എന്നാണ് തുറക്കേണ്ടത്, ഉസ്താദുമാരോട് ചോദിക്കുന്നത് പോലെ തന്നെ ബഹുമാന്യരായ ഉസ്താദിനോടും ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഒരു പുതിയ കിതാബ്, പുതിയ ഫന്ന് കുട്ടികൾക്ക് ഓതി കൊടുക്കാൻ തുടങ്ങുമ്പോൾ മറ്റേ ഉസ്താദുമാരോടൊക്കെ സമ്മതം വാങ്ങുന്നത് പോലെ തന്നെ ഉസ്താദിനെ വിളിച്ച് ഞാൻ ചോദിക്കും, ഞാനിങ്ങനെ ഒരു സബക്ക് തുടങ്ങുന്നുണ്ട്, ഉസ്താദ് ദുആ ചെയ്തു തരും. അങ്ങനെ ഓരോ വിഷയങ്ങളും ഉസ്താദിനോട് മുശാവറ ചെയ്തിട്ടാണ് വഫാത്ത് വരെ ഉസ്താദിനോട് ആ ബന്ധം നിലനിർത്തിയിട്ടുള്ളത്. അല്ലാഹു തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും മരണം വരെ ദീനി ഖിദ്മയിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഇവിടെ മൈക്കയിൽ വന്ന് പറയുന്ന ആളുകളെക്കാൾ കൂടുതൽ ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ പലതും ഉസ്താദിനെ പറ്റി അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഞാൻ ഈ 40നോടനുബന്ധിച്ച് 1 ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് എൻ്റെ പരിചയത്തിലുള്ള ആളുകളെ കൊണ്ട് ഓദിക്കണമെന്ന് തീരുമാനിച്ച് എനിക്ക് പരിചയമുള്ള ആളുകളിലേക്കൊക്കെ മെസ്സേജ് അയച്ചപ്പോൾ ആ 1 ലക്ഷത്തിന്റെ സ്ഥാനത്ത് 3 ലക്ഷത്തിലേറെ സൂറത്തുൽ ഇഖ്ലാസ് അവർ ഓതിക്കഴിഞ്ഞു. ദർസിലെ കുട്ടികൾ 5 ഖത്മുകളോളം ഉസ്താദിന്റെ ഹദറത്തിലേക്ക് ഓതി. അള്ളാഹു അതെല്ലാം ഖബൂൽ ചെയ്തു. ഉസ്താദിന്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. എൻ്റെ 2ാമത്തെ കുട്ടിക്ക് പേരിട്ടത് ഉസ്താദാണ്. പ്രസവിച്ച് പിറ്റേ ദിവസം തന്നെ ഞാൻ 1ാമത്തെ കുട്ടിക്ക് റയീസുൽ ഉലമ ഉസ്താദ് അവർകൾ പേരിട്ടു. അപ്പൊ ഈ കുട്ടിക്ക് ഉസ്താദ് ഇടണം എന്നെന്റെ മനസ്സിലെ ആഗ്രഹത്തോടുകൂടെ ഞാൻ നേരെ ഉസ്താദിന്റെ അടുത്ത് നേരിട്ട് പോയി. പോകുന്ന സമയത്ത് ഞാൻ ഭാര്യയോട് സംസാരിച്ച് പേര് ഏതാ എന്ന നിലക്ക് ഇങ്ങനെ മുശാവറ നടത്തിയപ്പോൾ ഒരു പേര് മനസ്സിൽ കണ്ടു. ഏതായാലും ഞാൻ തീരുമാനിച്ചത് ഞാൻ കണ്ട പേരല്ലെങ്കിലും ഉസ്താദ് പറയുന്ന പേരെന്താണോ അതങ്ങിടുക, അത് തീരുമാനിച്ചിട്ട് തന്നെ പോയത്. ഞാൻ അവിടെ ചെന്നിങ്ങനെ പ്രസവിച്ചു, കുട്ടിക്ക് പേരിടണം. അപ്പൊ എന്താ കുട്ടി എന്ന് വെച്ച്, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. മുഹമ്മദ് മുനവ്വിർ എന്നിട്ടളാം. ഞാനും ഭാര്യയും സംസാരിച്ചു വെച്ച പേരും അത് തന്നെയാണ്, ഉസ്താദ് പറഞ്ഞു തന്ന പേരും അത് തന്നെ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അഭിവന്യരായ ഉസ്താദിൽ നിന്നുണ്ട്. പലപ്പോഴും ഉസ്താദ് പോകുന്ന ട്രെയിന് 1:20 പരപ്പനങ്ങാടി 1:45 1:20 സമയത്തുള്ള ട്രെയിനാണ്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ പയ്യന്നൂരാണ് സേവനം ചെയ്യുന്നത്. അപ്പൊ പോകുന്ന സമയത്ത് ടിക്കറ്റ് സാധാ ടിക്കറ്റാണ്. അപ്പൊ TTR കണ്ട് AC-യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി TTR കണ്ടപ്പോ ഒരു ഹൈന്ദവനായ ഒരു സഹോദരനാണ് TTR. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങള് മുകളിൽ കയറി കിടന്നോളെ, സീറ്റ് അവൈലബിൾ അല്ല. അങ്ങനെ കണ്ണൂരെത്തിയപ്പോ ഞാൻ ഇറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ട് TTRക്ക് ഒരു പൈസ കൊടുത്ത്. അപ്പൊ ഞാൻ ഈ ട്രെയിനിലാണല്ലോ സാധാരണ ഉസ്താദ് വരാറുള്ളത്. ആ നിലക്ക് ഒന്ന് അദ്ദേഹത്തോട്, ഒരു ഹൈന്ദവനായ സഹോദരനാണ്, അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഉസ്താദിനെ അറിയോ? ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഓ അറിയാലോ, അദ്ദേഹത്തിന് ലോവർ ബർത്ത് വേണം, കൂടെ ഒരാൾ സാബിത്ത്
കൂടെ ഉണ്ടാവും. അപ്പോ അവർക്ക് രണ്ടുപേർക്കും ഒരു ഭാഗത്ത് സീറ്റ് വേണം. ചിലപ്പോ സെൻട്രലിലൊക്കെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓവർ ബർത്ത് വേണം. അങ്ങനെ എനിക്ക് നല്ല പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കുറെ ആയിട്ട് കണ്ടിട്ടില്ല, റമദാനായിട്ടായിരിക്കും എന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഉസ്താദ് വഫാത്തായിട്ടുണ്ട്. ആ സമയം തന്നെ അദ്ദേഹം എന്തോ ഒരു അസ്വസ്ഥതയായിട്ട് ആ ഹിന്ദുവായ സഹോദരൻ കരഞ്ഞിട്ട് പറയണ, ഒരുപാട് ആളുകൾ ട്രെയിനിൽ ഉസ്താദിനെ പോലെ തന്നെ ഒരുപാട് ഉസ്താദുമാര് പോകാറുണ്ട്. പക്ഷെ ഒരു വ്യത്യസ്തത തോന്നിയിരുന്നു. ട്രെയിനിൽ കയറി പാസഞ്ചേഴ്സിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കാതെ മറ്റേ ഭാഗത്തേക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അതുവരെ അങ്ങനെ തിരിഞ്ഞു കിടക്കും. ഒന്നിരിക്കൽ ഉറങ്ങും, അതല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഖുറാൻ ഓതിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ പതിവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾക്ക്, ഉസ്താദിനെ അറിയുന്നവർക്കൊക്കെ പറയാനുള്ളത് അതാണ്. ഉസ്താദിന്റെ അടുക്കൽ പോയി കുറഞ്ഞു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ, ഫോണിലൂടെ ഒന്നും കൂടുതൽ സംസാരിക്കൂലെങ്കിലും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കും. ആ ആളുകൾക്ക് പിന്നെ ഉസ്താദിനെ മറക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസിലുണ്ടല്ലോ, അല്ലാഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയുമല്ലോ, ഇന്നാലിന്ന ആളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്തുള്ള മലായികത്തിനെ വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു, ഇന്നാലിന്ന ആളെ അല്ലാഹു ഇഷ്ടം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, വാനലോകത്തുള്ള മുഴുവൻ മലായികത്തും ആ മനുഷ്യൻ ഇഷ്ടം വെക്കുകയാണ്. സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, പിന്നെ ആ മനുഷ്യർക്ക് ഭൂമിയിൽ വലിയ സ്വീകാര്യതയായിരിക്കും. അത് അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ അടയാളങ്ങളാണ്. ഭൂമിയിൽ ആളുകൾ എത്ര 40 അല്ല, ഒരു ആണ്ടല്ല, വർഷങ്ങൾ കഴിഞ്ഞാലും ആ വ്യക്തിയെ ഭൂമിയിലുള്ള മുഅ്മിനീങ്ങൾ മറക്കൂല. ആ ഒരവസ്ഥയാണ് ഉസ്താദിന്റെ വേർപാടി കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളോടായിട്ടും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു വലിയ നീറ്റലുണ്ട്. അല്ലാഹു തആല അവന്റെ ഖദാ ആണ്, അതിൽ നമ്മൾ ക്ഷമിക്കണം. അല്ലാഹു തആല കുടുംബത്തിനും മുഹിബ്ബീങ്ങളായ നമുക്ക് എല്ലാവർക്കും ക്ഷമ നൽകട്ടെ. അതിന്റെ ഒരു പ്രതിഫലം ഉസ്താദിന്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഇപ്പോ അതിനെ പറ്റിയ ദീർഘമായ സംസാരത്തിന് പറ്റിയ സമയമല്ലാത്തത് കൊണ്ട്, ക്ഷണിച്ചത് കൊണ്ട് 2 വാക്ക് പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഉസ്താദിനോടൊന്നിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ സംഗമിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.